സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത് ആദ്യ നൂറ്റാണ്ടിലെ പോലെ തന്നെ അന്യഭാഷയും പ്രവചനവും അത് ഇന്നും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഉണ്ടോ, നിലവിൽ അതുണ്ടോ എന്നുള്ള ചിന്തയാണ് നമ്മൾ ചിന്തിച്ചത്. വാസ്തവമായും ഇന്ന് അന്യഭാഷയും പ്രവചനവും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് തിരുവചനാടിസ്ഥാനത്തിൽ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അനേകർ എന്നെ വിളിക്കുകയും ഈ സത്യം കൃത്യമായി മനസ്സിലാക്കി തന്നത് ഓർത്ത് എന്നോട് നന്ദി പറയുകയും ചെയ്തു. ഞാൻ സകല മഹത്വവും മാനവും എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുക്കുകയാണ്. കാരണം ഇതെൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് അനേകരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്ന ഈ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ തന്നെ ഇതിനോട് വിയോജിക്കുന്ന അനേകരും എൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുവാനിടയായിത്തീർന്നു. അതിൽ ഞാൻ നിരാശനല്ല. ഒരുപക്ഷെ അവർ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അതുകൂടി കേട്ട് വിലയിരുത്തി അവർ മനം തിരിഞ്ഞു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടും 12 അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടും പൗലോസ് പറഞ്ഞിട്ടും അതെല്ലാം വെറും വ്യാജമാണ് എന്ന് പറഞ്ഞ ഒരു തലമുറ അവരുടെ കാലത്തും ജീവിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഈ തലമുറയിൽ എത്രയധികം അതോർത്ത് ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന്. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ആദ്യ നൂറ്റാണ്ടിലെ പോലെ വീര്യപ്രവർത്തികൾ ഇന്നുമുണ്ടോ അതോ നിന്നുപോയോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത് ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് പോലെ പ്രവചനവും അന്യഭാഷയും ഇന്ന് നിലവിലുണ്ടോ എന്നുള്ളതാണ്. അത് നിലവിലില്ല എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ ഇന്ന് ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചിരുന്നത് പോലെ വീര്യപ്രവർത്തികൾ അത് ഇന്നും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഉണ്ടോ അല്ലെങ്കിൽ അത് നിന്നുപോയോ എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അമാനുഷികമായ കഴിവുകളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും നമ്മൾ കൃത്യമായി പഠിക്കണം. അപ്പോഴാണ് വീര്യപ്രവർത്തികൾ എന്തിനാണ് ദൈവം നൽകിയത്, അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് കൊടുത്തത്, എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുത്താലാണ് ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഈ പറഞ്ഞ വീര്യപ്രവർത്തികൾ ഇന്ന് നിലവിലില്ല എന്നുള്ള കാര്യം സത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കതിന് ആധാരമായിട്ട് തുടക്കം മുതലേ നമ്മളൊന്ന് പഠിച്ചു പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. അതിന് മോശെ, അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ എനിക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ അവനോട്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അതൊരു സർപ്പമായി തീർന്നു. മോശെ അതിനെ കണ്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ അകന്നു മാറി. യഹോവ മോശയോട്, നിന്റെ കൈ നീട്ടി അതിൻ്റെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു, അതവൻ്റെ കയ്യിൽ വടിയായി തീർന്നു. അപ്പോൾ നമുക്ക് പശ്ചാത്തലമൊക്കെ അറിയാം. ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ചു എന്നേ ഉള്ളൂ. താഴേക്ക് 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ദൈവം തൻ്റെ 80-ാം വയസ്സിൽ പ്രത്യക്ഷപ്പെടുകയാണ്. 40 സംവത്സരം അദ്ദേഹം ഈജിപ്തിലായിരുന്നു. അവിടെ തൻ്റെ ജനത്തെ അദ്ദേഹം വിടുവിക്കുവാൻ വേണ്ടി ഈജിപ്തുകാരനായ ഒരു മനുഷ്യനെ അവിടെ കൊന്നിട്ട് അവിടെ അത് പരസ്യമായപ്പോൾ താൻ പേടിച്ച് മിദ്യാനിലേക്ക് ഓടിപ്പോയി. 40 വർഷം മിദ്യാനിൽ ഒരു പുരോഹിതൻ്റെ അല്ലെങ്കിൽ തൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ദൈവം മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായത്. അങ്ങനെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഞാൻ അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് പ്രത്യക്ഷനായി. മോശയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നിൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരെ വിടുവിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മോശയെ ബലപ്പെടുത്തുമ്പോൾ മോശ പറയുകയാണ്, ദൈവമേ, ഞാൻ ഇവരോടൊന്നും പറഞ്ഞാൽ അവരത് കേൾക്കുകയില്ല. അപ്പോഴാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? ഒരു വടി കയ്യിലിരിക്കുന്നു. ആ വടിയെ നിലത്തിടാൻ പറഞ്ഞു. അങ്ങനെ വടിയെ നിലത്തിട്ടപ്പോൾ അത് പാമ്പായി തീർന്നു. അപ്പോൾ അങ്ങനെ കണ്ട് മോശ പേടിച്ച് മാറുകയാണ്. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ വാലിൽ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ വാലിൽ പിടിച്ചു, വീണ്ടും അത് വടിയായി തീർന്നു. അപ്പോൾ തന്നെ രണ്ടാമതും മോശയോട് പറഞ്ഞു, നിൻ്റെ കൈയെടുത്ത് നിൻ്റെ നെഞ്ചിൽ വയ്ക്കുക. എന്നിട്ട് അത് തിരിച്ചെടുക്കുമ്പോൾ അത് പെട്ടെന്നത് കുഷ്ഠം പിടിച്ച പോലെ ഹിമം പോലെ വെളുത്തൊരു കൈയായി തീർന്നു. വീണ്ടും അത് മാറത്ത് വെച്ച് തിരിച്ചെടുത്തപ്പോൾ വീണ്ടും അത് സാധാരണഗതിയിലുള്ള കരമായി തീർന്നു.
അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, ഈ രണ്ട് അത്ഭുതം നീ എന്ത് ചെയ്യണം? അടയാളമായിട്ട് അവരുടെ മുൻപിൽ കാണിക്കണം, ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ കാണിക്കണം. ഇത് രണ്ടും കാണിച്ചിട്ടും അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ മൂന്നാമതൊരു കാര്യം കൂടി ചെയ്യണം. എന്താണ് ചെയ്യാൻ പറഞ്ഞത്? അതായത് 9-ാം വാക്യം, നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തൊഴിക്കണം, നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ അത്, ഈ അടയാളവും സാക്ഷിക്കുമ്പോൾ അവർ അത് വിശ്വസിക്കും എന്ന് കർത്താവ് മോശയോട് പറയുകയാണ്. അപ്പോൾ മോശയ്ക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഉത്തരവാദിത്വ സംബന്ധമായി പ്രത്യേകമായിട്ട് അന്ന് വരെ മോശയുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കൃപ, ഒരു കഴിവ്, അല്ലെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവ് മോശയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം 4-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ, യഹോവ തന്നെ ഏൽപ്പിച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ അഹ്റോനെ അറിയിച്ചു. പിന്നെ മോശയും അഹ്റോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും കൂട്ടിവരുത്തി. യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹ്റോൻ പറഞ്ഞു കേൾപ്പിച്ചു. ജനം കാണെ ഈ അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മോശ എന്ന മനുഷ്യനെ ദൈവം ബലപ്പെടുത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുവാനുള്ള കഴിവ് കൊടുത്ത്, അല്ലെങ്കിൽ അധികാരം കൊടുത്ത്, ആദ്യം അത് അഹ്റോനെയും കൂട്ടി അഹ്റോനെ അത് ബോധിപ്പിച്ച് മോശയും അഹ്റോനും ചേർന്ന് ഇസ്രായേൽ ജനത്തിലെ മൂപ്പന്മാരുടെ അടുക്കിലേക്ക് പോയി. 4:29 നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. മോശയും അഹ്റോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും കൂട്ടി വരുത്തി അവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജനത്തിൻ്റെ നടുവിൽ വന്നുകൊണ്ട് മോശ ഈ അടയാളങ്ങൾ കാണിക്കുകയാണ്. ജനം കാണെ ഈ അടയാളങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ ഈ അടയാളം പ്രവർത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ജനം വിശ്വസിച്ചു. ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടി. 400 വർഷമായി അടിമത്തത്തിൽ കിടക്കുന്ന, ഒരു ദൈവികമായിട്ടുള്ളൊരു ഇടപെടലും തിരിച്ചറിയാതിരിക്കുന്ന, കഠിനവേദനയിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ അവിടെ ദൈവം തങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളത് വെറുതെ പോയി പറഞ്ഞാൽ അവിടെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മോശയ്ക്കും അറിയാം, ദൈവത്തിനും അറിയാം. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു അടയാളം പ്രവർത്തിക്കുവാനുള്ള ശക്തി മോശയ്ക്ക് കൊടുത്തത്, അല്ലേ? അങ്ങനെ മോശ അഹ്റോനെയും കൂട്ടി ഇസ്രായേൽ ജനത്തിൻ്റെ മൂപ്പന്മാരെയും കൂട്ടി അവരോട് കാര്യങ്ങൾ ധരിപ്പിച്ച് ദൈവം തങ്ങളെ അയച്ചിരിക്കുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ജനത്തിൻ്റെ നടുവിൽ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ് മോശയിലൂടെ. അത് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ തന്നെ നമുക്ക് ആവർത്തന പുസ്തകം ഒന്ന് വായിക്കേണ്ട ആവശ്യമുണ്ട്. ആവർത്തന പുസ്തകത്തിൽ അവസാന വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. അവസാനം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മിസ്രയീം ദേശത്ത് ഫറവോനോടും അവൻ്റെ സകല ഭൃത്യന്മാരോടും അവൻ്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലിന്മേലും കാണെ മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. POC ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്: മോശ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതിൽ അതുല്യനായിരുന്നു എന്ന് പറഞ്ഞാൽ മോശയെപ്പോലെ തുല്യമായി പറയുവാൻ ആരുമില്ലാതെ വണ്ണം അത്രമാത്രം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവിടെ ചെയ്തു. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിലാണ് ആദ്യം ചെയ്തത്. വടി സർപ്പമാക്കി, അപ്പോൾ തന്നെ കൈ കുഷ്ഠരോഗമാക്കി തീർത്തു, അത് പിന്നെയും സൗഖ്യമാക്കി കാണിച്ചു കൊടുത്തു. അതിനെ പിന്നെ നദിയിലെ വെള്ളം കോരി കരയിലൊഴിച്ചു, അത് രക്തമായി തീർന്നു. ഈ 3 എണ്ണം കണ്ടപ്പോഴേക്കും ജനത്തിന് കാര്യം മനസ്സിലായി, ഇതിവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു, ദൈവമാണ് മോശയിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഒരു കാര്യം ചിന്തിക്കണം. ആവർത്തന പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, മോശയെപ്പോലെ ഈ വൻ കാര്യങ്ങൾ ചെയ്ത ഒരുവൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവനെപ്പോലെ തുല്യനായി മറ്റാരുമില്ല എന്നുള്ളത് ആവർത്തന പുസ്തകത്തിൽ സാക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ വലിയ ഒരു അമാനുഷിക അധികാരം ദൈവം മോശയ്ക്ക് കൊടുത്തു. തുടർന്ന് ഈ ജനം വിശ്വസിച്ചപ്പോൾ ഫറവോൻ്റെ അടുക്കൽ പോയി ഈജിപ്തിൽ മുഴുവനും 10ഓളം അത്ഭുതങ്ങൾ, മഹാമാരികളെ കൊണ്ട് അല്ലെങ്കിൽ കടിഞ്ഞൂൽ സംഹാരത്തെ കൊണ്ടൊക്കെയും ആ ജനത്തിൻ്റെ നടുവിൽ നിന്നും അത്ഭുതകരമായിട്ട് ദൈവം മോശയിലൂടെ ഈ ജനത്തെ വിടുവിച്ചു എന്നുള്ളൊരു ചരിത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനൊന്ന് ചിന്തിപ്പിക്കട്ടെ, എൻ്റെ കേൾവിക്കാരെ ഞാനൊന്ന് ചിന്തിപ്പിക്കുകയാണ്. അവിടെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനുള്ള കഴിവ് ദൈവം ആർക്കൊക്കെ കൊടുത്തു?
ഇവിടെ ദൈവം മോശയ്ക്ക് മാത്രമാണ് അത് കൊടുക്കുന്നത്. അവൻ്റെ കൂടെയുള്ളവരൊക്കെയും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മോശയ്ക്ക് മാത്രമാണ് അവിടെ ദൈവം അധികാരം നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ മറ്റാർക്കും ആ അധികാരം കൊടുത്തിട്ടില്ല. മറ്റാരും ആഗ്രഹിച്ചാലും ആ അധികാരം മറ്റാർക്കും കൊടുക്കുകയുമില്ല. അത് നമുക്കറിയാം. അപ്പോൾ തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏലിയാവിനെ കുറിച്ചറിയാം. നമ്മുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന സഭകളിൽ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ മുഴുവനും ഏലിയാവെക്കുറിച്ച് പറയാത്തൊരു പ്രസംഗവും ഉണ്ടാവുകയില്ല എന്നുള്ളത് എൻ്റെ ഒരു ചെറിയ സാക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മോശ കഴിഞ്ഞാൽ വളരെ അമാനുഷികമായ അധികാരം ചെയ്ത ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അത്ഭുതവും അടയാളങ്ങളും ചെയ്ത ഒരു വലിയൊരു മനുഷ്യനാണ് ഏലിയ പ്രവാചകൻ. അപ്പോൾ 17-ാം അധ്യായത്തിൽ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് പറയുന്നത്, എന്നാൽ ഗിലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബിനായ ഏലിയാവ് രംഗപ്രവേശം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ മോശയിലൂടെ ദൈവം ഇടപെട്ടു. ആ മോശയിലൂടെ ദൈവം ഇടപെട്ടതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കാലങ്ങൾ മുന്നോട്ട് പോയി ഇസ്രായേൽ ജനത്തിന് ഒരു രാജ്യം സ്ഥാപിച്ച് കിട്ടി. അനേക രാജാക്കന്മാർ അവിടെ ഭരിച്ചു. അവസാനം ഒടുവിൽ ഇവിടെ ആഹാബ് എന്ന് പറയുന്ന ഒരു രാജാവായിരിക്കുകയാണ്. ഈ രാജാവിൻ്റെ ചെയ്തികൾ, പ്രവൃത്തികളൊന്ന് വിലയിരുത്തണമെങ്കിൽ 1 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളെ നമ്മളൊന്ന് വായിക്കണം. ഇവിടെ അവൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നെബാത്തിൻ്റെ മകനായ യൊരോബയാമിൻ്റെ പാപങ്ങളിൽ നടന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ ഏത്ബാലിൻ്റെ മകളായ ഇസബെലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരയിൽ പണിത ബാലിൻ്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനൊരു ബലിപീഠമുണ്ടാക്കി. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയുമുണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കാൻ തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. നോക്കണമേ, ഇസ്രായേൽ ജനം ആഹാബ് രാജാവിൻ്റെ നേതൃത്വത്തിൽ ഇത്രമാത്രം അധപ്പതിച്ച് കിടക്കുന്നൊരു സാഹചര്യത്തിൽ, ദൈവത്തെ മറന്ന് അന്യ ദൈവത്തിലേക്ക് ആരാധന മാറ്റുന്ന സാഹചര്യത്തിൽ, മറ്റ് ഒരു രാജാക്കന്മാരും ചെയ്യാത്ത അത്രമാത്രം മ്ലേച്ഛമായ പ്രവൃത്തികളും ഇസബേൽ എന്ന ഭാര്യയുടെ നിർദ്ദേശപ്രകാരം പല കൊള്ളരുതായ്മകളും ഇദ്ദേഹം ചെയ്തു. അങ്ങനെ ജനം ധാർമ്മികമായി അധപ്പതിച്ച് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശക്തനായിട്ടുള്ളൊരു പ്രവാചകനെ അത്ഭുതവും അടയാളങ്ങളും ചെയ്യുവാൻ കൃപ കൊടുത്തുകൊണ്ട് ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് അവിടെ ഒരു ഉദ്ദേശമുണ്ട്. ഏലിയാവ് ചെയ്തതുപോലെ ആ പ്രവൃത്തികൾ ഒന്നൊന്നായി ചെയ്യുകയാണ്. നമുക്കറിയാം, അവിടെ ബാലിൻ്റെ പ്രവാചകന്മാരെ കൊണ്ടും അല്ലെങ്കിൽ അശേര പ്രതിഷ്ഠകളുടെ പ്രവാചകന്മാരെ കൊണ്ടൊക്കെയും യാഗപീഠം പണിത് നിങ്ങളൊരു കാളയെ അറുത്ത് യാഗപീഠത്തിൽ കയറ്റി നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഒരു യാഗപീഠം പണിത് അവിടെ ഞാൻ ഒരുക്കാം. എന്നിട്ട് നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക, ഞാനും എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഏത് ദൈവമാണ് അഗ്നി ഇറക്കി ഇതിന് മറുപടി തരുന്നത്? അതാണ് സത്യദൈവം എന്നുള്ള ഈ ഒരു കാര്യത്തിന് വേണ്ടി ഏലിയാവ് പ്രവാചകൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം മുതൽ നമുക്കിങ്ങനെ അറിയാം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഇവിടെ എന്താണ് പ്രവാചകൻ പറയുന്നത്? ദൈവമേ, അങ്ങാണ് എന്നെ അയച്ചതെന്നും അങ്ങ് പറയുന്ന പ്രവൃത്തിയാണ് ഞാൻ ഈ ചെയ്യുന്നതെന്നും ഇവിടെ വെളിപ്പെട്ടു വരണം. കണ്ടോ? അപ്പോൾ ദൈവം പറഞ്ഞിട്ടാണ് ഏലിയ പ്രവാചകൻ ഈ പ്രവർത്തികളെ ഇസ്രായേലിൻ്റെ നടുവിൽ ദൈവം ചെയ്യുന്നത്. തന്നെയുമല്ല, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ജനത്തിൻ്റെ ഹൃദയം വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുവരണം. ഈ ആഹാബ് എന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവത്തെ വിട്ടുമാറി ദൈവമല്ലാത്തതിനെ ആരാധിക്കുവാൻ ഈ ജനത്തെ മാറ്റിക്കളഞ്ഞു. ഇസബേലിന്റെ ഉപദേശം മൂലം ഈ ജനം മുഴുവനും മാറിക്കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സത്യദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു വരണമെന്നും ഉദ്ദേശത്തോടു കൂടെയാണ് ഇവിടെ ഏലിയ പ്രവാചകൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തന്നെ പറയുകയാണ്, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ജനം എല്ലാം ഇത് കണ്ട് കവിണ് വീണു, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു.
അവിടെ നടത്തിയ ശുദ്ധീകരണ കർമ്മങ്ങളൊക്കെയും നമുക്കറിയാം. ഏലിയാവ് പിന്നീട് ഈ വ്യാജന്മാരെയൊക്കെയും പിടിച്ച് ആ ദേശത്ത് കൊന്നുകളയുന്നുണ്ട്. ദൈവമാണ് സാക്ഷാൽ ദൈവം, കർത്താവാണ് സാക്ഷാൽ ദൈവമെന്ന് ഈ പ്രവാചകൻ ആ ജനത്തിന് വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി പഴയ നിയമത്തിൽ നമുക്ക് മോശയുടെയും ഏലിയാവിൻ്റെയും പ്രവൃത്തികളെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവം ചില പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആ വീര്യപ്രവൃത്തികളെ ചെയ്യുവാൻ അവർക്ക് കഴിവ് കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ അധികാരം കൊടുക്കുകയായിരുന്നു. ദൈവം പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇല്ലാത്ത അധികാരം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് അത് എടുത്തവർക്കുള്ള ചില മറുപടികളും ദൈവവചനത്തിലുണ്ട്, അല്ലേ? ഈ ശുശ്രൂഷ മോശയ്ക്ക് മാത്രമാണ് ദൈവം കൊടുത്തത്, അല്ലെങ്കിൽ ഏലിയാവിനും മാത്രമാണ് ദൈവം കൊടുത്തത്. ആ സമയത്ത് മറ്റാരെങ്കിലും ഈ ശുശ്രൂഷ ആഗ്രഹിച്ചാൽ അത് കൊടുക്കുകയില്ല ദൈവം. കാരണം ദൈവത്തിനറിയാം ആരെക്കൊണ്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യിപ്പിക്കണം, അതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതിൻ്റെ കർത്തൃത്വം ദൈവത്തിനാണ്. പക്ഷേ സംഖ്യാപുസ്തകം 16:1 നമുക്കറിയാം കോരഹ്, ദാദാൻ, അബീറാം മോശയോട് മത്സരിച്ച മത്സരികളെ കുറിച്ച് നമുക്കറിയാം. സംഖ്യാപുസ്തകം 16:28 മുതൽ 35 ഒരു വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെയും മോശ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കതൊന്നും എടുത്ത് വായിക്കാം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട വാക്യമാണ്. ഇല്ലാത്ത ശുശ്രൂഷ ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം ഏൽപ്പിക്കാതെ അതിനുവേണ്ടി വാശി പിടിച്ചാൽ ഉണ്ടാകുന്ന തിക്താനുഭവം ഇവിടെ പറയുകയാണ്. അപ്പോൾ മോശ പറഞ്ഞത് 16-28 വാക്യം, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു, ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഞാൻ സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് കൽപ്പിക്കുന്നത് പോലെയാണ് ചെയ്യുന്നത്. എന്നാൽ അവർ അത് വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇതാ ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് അത് തെളിയണം. അതിനെന്ത് ചെയ്യണം? പറയുകയാണ്, മോശയോട് മത്സരിച്ച ഈ മനുഷ്യർ സാധാരണ മനുഷ്യർ മരിക്കുന്നത് പോലെയാണ് മരിക്കുന്നതെങ്കിൽ ദൈവം എന്നെ അയച്ചിട്ടില്ല. എന്നാൽ ഭൂമി വാ പിളർന്നാണ് ഇവർ മരിക്കുന്നതെങ്കിൽ ദൈവമാണ് എന്നെ അയച്ചതെന്ന് മനസ്സിലാക്കണമെന്ന് നമ്മുടെ മോശ പറയുകയാണ്. അപ്പോൾ ദൈവം അയച്ച ഈ പ്രവാചകൻ മോശ ആ പ്രവൃത്തി അവിടെ പറഞ്ഞപ്പോൾ, ആ വാക്കുകളെ അവിടെ പറഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഭൂമി പിളർന്ന് വാ തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നുള്ള എല്ലാവരെയും അവരുടെ സമ്പത്തിനെയൊക്കെയും വിഴുങ്ങിക്കളഞ്ഞു. കണ്ടു? തന്നെയുമല്ല 35-ാം വാക്യം, അപ്പോൾ യഹോവയെങ്കിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു. അപ്പോൾ മോശയുടെ ശുശ്രൂഷ കണ്ട് കോരഹിനും ദദാനും അബീറാമിനും ഒരാഗ്രഹം, ദൈവം നിങ്ങളുടെ മാത്രമാണോ പ്രവർത്തിക്കുന്നത്? ഞങ്ങളും വിശുദ്ധന്മാരാണ്, ഞങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ് മുന്നോട്ട് ചെയ്ത് വന്നവരുടെ ആ കാര്യമാണ് ദൈവം ഇവിടെ ന്യായം വിധിച്ച് അവരെ സകല മനുഷ്യർക്ക് മുൻപാകെ താൻ ദൈവമെന്നും താൻ മോശയെ നിർത്തിയിരിക്കുന്നുവെന്നും ദൈവം കൃത്യമായി ജനത്തിനോട് പറയുകയാണ്. അപ്പോൾ ദൈവം കൊടുത്ത അമാനുഷിക അധികാരം അത് മോശയ്ക്കും ഏലിയാവിനും കൊടുത്തതാണ് നമ്മൾ ചിന്തിച്ചത്. അത് എന്തിനു വേണ്ടി കൊടുത്തു? മോശയ്ക്ക് കൊടുത്തത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവരുവാനും, അപ്പോൾ തന്നെ ഏലിയാവിന് ഈ കൃപ കൊടുത്തത് ധാർമ്മികമായി അധപ്പതിച്ച ഇസ്രായേൽ ജനത്തെ വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം ആ ഒരു അധികാരം കൊടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്കത് അറിയാവുന്നത് കൊണ്ട് 1-2 വാക്യങ്ങളിൽ മാത്രം അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരാമർശിച്ചു പോകാം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, അല്ലേ? കർത്താവ് ഇവിടെ വന്നപ്പോൾ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുരുടരെ സൗഖ്യമാക്കുന്നു, മുടന്തരെ സൗഖ്യമാക്കുന്നു, തളർവാദ രോഗികളെ സൗഖ്യമാക്കുന്നു, ഉദരരോഗികളെ സൗഖ്യമാക്കുന്നു, രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ, അതായത് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും മേലായ അധികാരമുള്ള കർത്താവാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളതും തങ്ങളുടെ വാഗ്ദത്തം മശിഹിയാണ് യേശുക്രിസ്തു എന്നിവർ വിശ്വസിക്കേണ്ടതിനുമായി ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തു. അപ്പോൾ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് സാക്ഷീകരിക്കുന്നത്? പിതാവ് എന്നെ അയച്ചിരിക്കുന്നു, പിതാവ് പറയുന്നത് പോലെയാണ് പുത്രനായ ക്രിസ്തു ചെയ്യുന്നത് എന്ന് എൻ്റെ പ്രവൃത്തികൾ കണ്ടാൽ പിതാവാണ് എന്നെ അയച്ചതെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. അപ്പോൾ കർത്താവ് ഇത്രയും പ്രവൃത്തികളൊക്കെ ചെയ്തതെന്തിനാ? വാഗ്ദത്തങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി
പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്ത മശിഹയാണ് യേശുക്രിസ്തു എന്ന് ഈ ഇസ്രായേൽ ജനത്തിന് ബോധ്യമാകണം. അതിനുവേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ അവിടെ ചെയ്യുകയാണ്, യേശുക്രിസ്തു ചെയ്യുകയാണ്. തന്നെയുമല്ല, യേശുക്രിസ്തു 12 അപ്പസ്വലന്മാരെ തിരഞ്ഞെടുത്തതായി നമുക്കറിയാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം നമുക്കൊന്ന് എടുക്കാം. അവിടെ പറയുന്ന ചില കാര്യങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴാണ് അമാനുഷികമായ അധികാരം ദൈവം മനുഷ്യർക്ക് നൽകുന്ന കാര്യവും അതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. കണ്ടോ, അപ്പോസ്തലന്മാരായ 12 പേരെ അടുക്കൽ വിളിച്ചിട്ട് ഇവിടെ അവർക്ക് ശക്തിയും അധികാരവും കൊടുക്കുകയാണ്. ആർക്കാണ് കൊടുത്തത്? 12 അപ്പോസ്തലന്മാർക്ക് മാത്രമാണ് കൊടുത്തത്. മനസ്സിലായോ? അപ്പോൾ അധികാരം ദൈവം ആർക്ക് കൊടുക്കുന്നു, അത് എന്തിനു കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ അധികാരം എനിക്കും വേണം, എനിക്കുമുണ്ട് എന്ന് പറഞ്ഞ് കോരഹ മത്സരിച്ചതുപോലെയുള്ള മത്സരം ഏത് തലമുറയിലും ഏത് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷാ നടപടികൾ ദൈവത്തിൽ നിന്നുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. തുടർന്ന് മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലും അവരെ ശിഷ്യന്മാരെ 12 പേരെ തിരഞ്ഞെടുത്ത് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും, തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 20-21-23 വരെ വായിക്കുമ്പോൾ അവിടെ അവർക്ക് പാപം മോചിക്കുവാനുള്ള അധികാരം പോലും അപ്പോസ്തലന്മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ വാക്കുകൾ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, വ്യാഖ്യാനിക്കാൻ സമയമില്ല. കർത്താവ് അതായത് രോഗസൗഖ്യ അധികാരം, മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അധികാരം, യേശുക്രിസ്തു ചെയ്തതിലും വലിയ പ്രവൃത്തികളെ ചെയ്യുവാനുള്ള അധികാരം, അങ്ങനെ തന്നെയുമല്ല പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ അതിൽ നിന്നും പത്രോസിന് അത്ഭുതകരമായിട്ടുള്ള വിടുതൽ ലഭിച്ചു. അപ്പോൾ തന്നെ ഗ്രേറ്റ് കമ്മീഷനിൽ കർത്താവ് അവർക്ക് 12 പേർക്ക് പ്രത്യേകമായിട്ടുള്ള അപ്പസ്തോല അധികാരങ്ങൾ കൊടുക്കുകയാണ്. നമുക്കറിയാം ഈ പ്രവൃത്തികളൊക്കെ അപ്പസ്തോലന്മാർ ചെയ്തതാണ്. പത്രോസൊക്കെയും എത്രയോ അത്ഭുതങ്ങൾ അല്ലെ, അടയാളങ്ങളൊക്കെയും ചെയ്തു അല്ലേ. അദ്ദേഹത്തിൻ്റെ നിഴലടിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകുവാൻ വേണ്ടി അദ്ദേഹം വഴിയരികിൽ കൊണ്ട് കിടത്തുമായിരുന്നു. അങ്ങനെ അത്രമാത്രം വലിയ ഒരു കൃപാ ശുശ്രൂഷകൾ അപ്പസ്തലന്മാരായ 12 പേരിലൂടെ നടക്കുകയാണ്. അപ്പോൾ കൃത്യമായി 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്കാണ് അപ്പസ്തലന്മാരെന്ന് പേരിട്ടതും അവർക്കാണ് അധികാരം കൊടുത്തതെന്ന് മനസ്സിലാക്കുക. മറ്റാരെങ്കിലും അവിടെ അത് ആഗ്രഹിച്ചിരുന്നുവെങ്കിലോ എന്താണ് ഉണ്ടാവുക? നമുക്ക് അപ്പസ്തല പ്രവൃത്തി 19-ാം അധ്യായം ഒന്ന് എടുക്കാം. അതായത് അപ്പസ്തലന്മാരായ 12 പേർക്ക് കൊടുത്ത അധികാരം, അതിനെ ചൊല്ലി ആ അധികാരം കാണുമ്പോൾ, ഇതെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ആകർഷണമുണ്ട് അല്ലേ. ആ ശുശ്രൂഷ എനിക്കും കിട്ടിയാൽ നന്നായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കും. പക്ഷേ നമ്മളത് ആഗ്രഹിച്ചാലും ദൈവം അത് തരണമെന്നില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശത്തിൽ ദൈവത്തിനറിയാം ഈ 12 പേരെ തിരഞ്ഞെടുക്കണമെന്നും 12 പേരെ അപ്പസ്തലന്മാരാക്കണമെന്നും ഈ 12 പേർക്കാണ് ഈ ശുശ്രൂഷ കൊടുക്കേണ്ടതെന്നും ദൈവത്തിനറിയാം. അതുപോലെ 13-ാമതൊരുത്തിനിലേക്ക് ഇത് കൊടുക്കണ്ട എന്നുള്ള കാര്യവും കർത്താവിനറിയാം. അപ്പോഴാണ് ഇവിടെ അപ്പസ്തല പ്രവൃത്തി 19-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യുകയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറത്തു പോവുകയും ചെയ്തു. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നുവെന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി എന്നാണ് POC ബൈബിളിൽ കിടക്കുന്നത്. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ്റെ 7 പുത്രന്മാർ ആയിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇവിടെ ദുരാത്മാക്കൾ പറയുകയാണ്, യേശുവിനെ ഞങ്ങൾക്ക് നന്നായി അറിയാം, പൗലോസിനെ ഞങ്ങൾക്ക് പരിചയമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാരെന്ന് ഈ പിശാചുക്കൾക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ളവരാണ് യേശുവിൻ്റെ നാമം എടുത്ത് പ്രയോഗിക്കാനായിട്ട് വന്നവർ. അപ്പോൾ കൊടുക്കാത്ത അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രവർത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് വിജയം കാണുകയില്ല. ഇവിടെ പറയുന്നു നഗ്നരായി മുറിവേറ്റവരായി ഓടിപ്പോയി. അതിന് കൂടുതൽ വ്യാഖ്യാനമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ പത്രോസിനോട് പറയുന്നുണ്ട്,
കുറച്ച് പണം കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് പണം തരാം, ആരുടെ മേൽ കൈവച്ചാലും ഈ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കത്തക്കവണ്ണം ഈ കഴിവ് എനിക്കും വേണമെന്ന് പറഞ്ഞു. നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ, നിനക്കിതിന് ഓഹരിയില്ല എന്ന് പറഞ്ഞവനെ അവൻ അന്ധനായി തീരുവാനിടയായി തീർന്നു, അല്ലേ? അപ്പോൾ ഈ അപ്പസ്തോലിക അധികാരത്തെ പണം കൊടുത്തു വാങ്ങാമെന്ന് മോഹിച്ച ആ മനുഷ്യനോടുള്ള ബന്ധത്തിലും അവിടെ അവൻ പരാജയപ്പെടുകയാണ്. അപ്പോൾ ദൈവം ചിലർക്ക് അപ്പസ്തോല അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് കൃപായുഗത്തിൽ നമ്മൾ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് ആദ്യം ചിന്തിച്ചത്. മോശയിലൂടെയും ഏലിയാവിലൂടെയും ഒക്കെ ഇസ്രായേൽ ജനത്തോട് ദൈവം ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ തന്നെ രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള കാര്യങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതവും അടയാളങ്ങളും അത് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ തന്നെ പന്തിരുവരിലൂടെ ചെയ്ത ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചിന്തിച്ചു. അവർ ചെയ്തത് കൂടാതെ മറ്റുള്ളവർ അത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പരാജയം നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ തന്നെ ഇത് പണം കൊടുത്തു വാങ്ങാമെന്ന് മോഹിച്ചവനെ കുറിച്ചും വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പന്തിരുവരിലൂടെ മാത്രമാണ് അവിടെ നടന്നത് എന്ന് കാണുന്നുണ്ട്. മറ്റാർക്കും തന്നെ അധികാരം ദൈവം കൊടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നും വിചാരിച്ച് തുനിഞ്ഞവർക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കോരഹിൻ്റെ കാര്യത്തിലും ഇവിടെ ആ മന്ത്രവാദികളുടെ കാര്യത്തിലും നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ പിന്നെ ഇന്ന് നമുക്കറിയാം, രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഈ സുവിശേഷം അത് യഹൂദന്മാരുടെ തിരസ്കരണം മൂലം, അല്ലേ, യഹൂദൻ തിരസ്കരിച്ചത് കൊണ്ടാണ് ജാതികൾക്ക് രക്ഷ വന്നത് എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ തന്നെ റോമാർ ലേഖനം 11:25 പറയുകയാണ്, ജാതികളായ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അധികം അഹങ്കരിക്കരുത്, നിങ്ങൾ കാര്യം ഗ്രഹിക്കാതിരിക്കരുത്. എന്താണ് പറയുന്നത്? അതായത് ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുന്നത് വരെ ഇസ്രായേലിന് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പദ്ധതി അംശമായി അത് നിർത്തൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ 12 അപ്പസ്തോലന്മാർ കൂടാതെ മറ്റൊരു അപ്പസ്തോലനെ ദൈവം സ്വർഗത്തിൽ ചെന്നതിന് ശേഷം തിരഞ്ഞെടുക്കുകയാണ്. മനസ്സിലായോ? 12 അപ്പസ്തോലന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് 12 അപ്പസ്തോലന്മാർ, അവർക്ക് 12 അപ്പസ്തോലന്മാരെന്ന് പേര് കൊടുത്ത് വീര്യപ്രവൃത്തികൾ ചെയ്യാനുള്ള കൃപകളും കഴിവുകളും കൊടുത്ത് രാജ്യത്തിൻ്റെ സുവിശേഷം അവരോട് പ്രചരിപ്പിക്കാൻ പറഞ്ഞു. വിശ്വസിക്കുന്നവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഒക്കെ പറഞ്ഞു. അതിനുശേഷം ഈ രക്ഷ മുന്നോട്ട് പോകാതെ ജനം, ഈ യഹൂദന്മാരും യഹൂദ പ്രമാണികളും പുരോഹിതന്മാരും അടക്കം ഈ രക്ഷയെ തിരസ്കരിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ യഹൂദൻ്റെ ദൈവരാജ്യ പദ്ധതി അവിടെ നിർത്തൽ ചെയ്യുകയാണ്, അല്പമായതിനെ വെട്ടി നിർത്തുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അനാദികാലം മുതലേ മറഞ്ഞിരുന്ന ഒരു മാർമിക സത്യത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ പണിയുവാൻ 12 പേരെന്താണ് പണിതുകൊണ്ടിരുന്നത്? ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ സഭയാണ് 12 അപ്പോസ്തലന്മാർ അവരുടെ വീര്യപ്രവൃത്തികൾ മൂലവും മറ്റുള്ള കാര്യങ്ങളൊക്കെയും കൊണ്ട് അവിടെ ചെയ്തെടുത്തത്. അപ്പോൾ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ഒരു വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കൂടി നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയാത്ത മറ്റു പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ വ്യക്തമായി പറയുകയാണ്, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ച്, മനസ്സിലായോ, അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനാണ് ഇതെല്ലാം യഹൂദൻ്റെ മധ്യത്തിൽ കർത്താവ് ചെയ്തത് എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതിനും അത് ചെയ്യിപ്പിക്കുവാൻ ചിലരെ എഴുന്നേൽപ്പിച്ചതിനും തക്കതായിട്ടുള്ള ഉദ്ദേശമുണ്ട്, ദൈവിക ഉദ്ദേശമുണ്ട്. അതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവിക ഉദ്ദേശത്തെയും ദൈവിക അധികാരത്തെയും മറുതലിച്ച് ഈ ശുശ്രൂഷകളെ കാണുമ്പോൾ ആകർഷിക്കപ്പെട്ട് എനിക്കും ഈ ശുശ്രൂഷ വേണം, ഞങ്ങൾക്കും ഈ അധികാരമുണ്ട് എന്ന് പറഞ്ഞ് മത്സരിച്ചാൽ കോറഹിന് സംഭവിച്ചതുപോലെ തന്നെ നമുക്ക് സംഭവിക്കാനിടയായിത്തീരും എന്നുള്ളതാണ് നമ്മളവിടെ പഠിച്ചെടുത്ത ബുദ്ധിപാഠം. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കൃപായുഗ സുവിശേഷത്തെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, യഹൂദന്മാർക്ക് അല്പമായിട്ടുള്ള അന്ധത വന്നുപോയി. അവർക്ക് ഇന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ യേശുവിനെ മശിഹയാണെന്നൊന്നും അംഗീകരിക്കാത്തവരാണ് ഇസ്രായേലിലുള്ളവർ. അവരോട് എത്ര സുവിശേഷം പറഞ്ഞാലും ഇപ്പോൾ അവരുടെ കണ്ണുകൾ അന്ധമായിരിക്കുകയാണ്. അവിടെ പഴയ നിയമ പ്രമാണം അനുസരിച്ചുള്ള ശബത്തും കാര്യങ്ങളും അല്ലെങ്കിൽ ആലയ നിർമ്മാണത്തിനൊക്കെയും വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ കർത്താവിൻ്റെ ഇന്നത്തെ പണിപ്പുര എന്താണ്? പ്രവചന പദ്ധതികൾ ഈ കൃപായുഗത്തിൽ അല്പമായി നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പോലും
ഇന്ന് ദൈവത്തിൻ്റെ പരിപൂർണ്ണ ശ്രദ്ധ വെച്ചുകൊണ്ട് ദൈവം പണിയുന്ന ഒരു സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. അതിനുവേണ്ടി പൗലോസ് എന്ന് പറയുന്ന ഒരു അപ്പസ്തോലനെ ദൈവം തിരഞ്ഞെടുത്തു. അപ്പോൾ അപ്പസ്തോലന്മാർക്ക് ചില അധികാരങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ പൗലോസിനെ തിരഞ്ഞെടുക്കുമ്പോഴും കൃപയുടെ സുവിശേഷം തന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോഴും ജാതികളുടെ അപ്പസ്തോലനായി തന്നെ സ്വർഗത്തിലെ ദൈവം നിയമിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലായോ? രാജ്യത്തിൻ്റെ സുവിശേഷം നിറത്തിൽ ചെയ്തുകൊണ്ട് കൃപയുടെ സുവിശേഷം, ക്രൂശിൻ്റെ വചനം, അനാദികാലം മുതൽ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം വെളിപ്പെടുത്തുമ്പോൾ അതിനൊരു അപ്പോസ്തലൻ വേണം. ആ അപ്പോസ്തലനായി ദൈവം സ്വർഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ പൗലോസ് എന്ന മനുഷ്യനെ. ആ പൗലോസിനെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അപ്പസ്തോലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അപ്പസ്തോലന്റെ ലക്ഷണങ്ങൾ പൗലോസിലും നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പൗലോസ് തന്നെ സാക്ഷിക്കുകയാണ്. അപ്പോൾ അപ്പസ്തോലന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരുവൻ അപ്പസ്തോലനാണെങ്കിൽ അപ്പസ്തോല ലക്ഷണങ്ങളുണ്ട്, അപ്പസ്തോല അധികാരങ്ങളുണ്ട്. ഇവിടെ പൗലോസ് പറയുകയാണ്, ആ ലക്ഷണം എന്തൊക്കെയാണ്? അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തിരിക്കണം. പൗലോസ് മരിച്ചവനെ ഉയർപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വീര്യപ്രവൃത്തികളെ ചെയ്തിട്ടുണ്ട്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ തൻ്റെ നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണെങ്കിലും ഒരിക്കൽ കൂടി നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 11-ാം വാക്യം 12-ാം വാക്യവും. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവൻ്റെ മെയ്യിൽ നിന്നും റൂമാലും ഉത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ട് വന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പസ്തോലനാണെങ്കിൽ അപ്പസ്തോല അധികാരം വേണം. ഈ പ്രവൃത്തികൾ അപ്പസ്തോലനായ പൗലോസിലൂടെ ദൈവം ചെയ്യിപ്പിക്കുകയാണ്. അസാധാരണമായ പ്രവൃത്തികൾ, അമാനുഷികമായ അത്ഭുത പ്രവൃത്തികൾ പൗലോസിലൂടെ ദൈവം ചെയ്യിപ്പിക്കുകയാണ്. കാരണം എന്താ? പൗലോസിലൂടെ തുടങ്ങിയ ശുശ്രൂഷയുടെ അപ്പസ്തോലനായ ദൈവം പൗലോസിനെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് അപ്പസ്തോലന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഈ ലക്ഷണം. ആ അപ്പസ്തോലിക ലക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് തെളിവായി കാണിച്ചു കൊടുക്കണം. എന്നാലാണ് ദൈവത്തിൻ്റെ അംഗീകാരം, അല്ലെങ്കിൽ ആ സദസ്സിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഇദ്ദേഹം ഒരു അപ്പസ്തോലനാണെന്നുള്ള അംഗീകാരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കൃപയുടെ സുവിശേഷത്തിൻ്റെ അപ്പസ്തോലനായ ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്തപ്പോൾ ഈ അധികാരങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെയും പൗലോസിലൂടെ നടന്നത്. എന്നാൽ പൗലോസിൽ പോലും ആ വീര്യപ്രവൃത്തികളും അത്ഭുതശാന്തി ശുശ്രൂഷകളും നിലനിന്നില്ല, നീണ്ടുപോയില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ? അപ്പസ്തോലനായ പൗലോസ് അപ്പസ്തോലനാണെന്ന് തെളിയിക്കുവാൻ ഈ വീര്യപ്രവൃത്തികളും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. നമ്മൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിയിരിക്കുന്ന ആ തുവാല പോലും കൊണ്ടിട്ട് സൗഖ്യം വരുത്തുന്ന, അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ അണലി കടിച്ചിട്ട് പാമ്പ് കടിച്ചിട്ട് താൻ മരിക്കാതെ ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെയും കണ്ട് വലിയ അത്ഭുതങ്ങളെ ചെയ്തവനാണ് പൗലോസ്, അല്ലേ? അല്ലെങ്കിൽ മുകളിൽ നിലയിൽ നിന്നും താഴെ വീണ ഒരുവനെ പ്രാർത്ഥിച്ച് അവനെ ജീവനിലേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. അപ്പസ്തോല അധികാരങ്ങൾ തെളിവായി അടയാളങ്ങൾ നിങ്ങളുടെ മുൻപിൽ ചെയ്യുവാനിടയായി തീർന്നുവെന്ന് പൗലോസ് സാക്ഷിക്കുകയാണ്. താനും ഒരു അപ്പസ്തോലനാണ് എന്ന് പറയുകയാണ്, ജാതികളുടെ അപ്പസ്തോലൻ. റോമാലേഖനം 11-ന്റെ 13-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ജാതികളായ നിങ്ങളുടെ അപ്പസ്തോലനാണ് ഞാനെന്ന്, പൗലോസായ ഞാൻ ജാതികളുടെ അപ്പസ്തോലനാണ് എന്ന് പറയുന്നു. അപ്പോൾ പൗലോസിൻ്റെ അപ്പസ്തോല അധികാരത്തെ ദൈവം മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുവാൻ എന്ന് പറഞ്ഞാൽ, മോശയെ താൻ എഴുന്നേൽപ്പിച്ചുവെന്നും മോശയെ വിമോചനാക്കി നിർത്തിയിരിക്കുന്നുവെന്നും ജനം മനസ്സിലാക്കുവാൻ അത്ഭുതവും അടയാളങ്ങളും കാണിച്ച് മോശയെ നിർത്തിയതുപോലെ പിന്നീട് ഈ പ്രവൃത്തികളൊന്നും മോശ ചെയ്യേണ്ടതായി വന്നില്ല. അതുപോലെ തന്നെ ഇവിടെ കൃപയുടെ സുവിശേഷം ആരംഭിച്ചപ്പോൾ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ അപ്പസ്തോലനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ അത് തെളിവായി അത് പ്രഖ്യാപിച്ചതിന് ശേഷം ആ അത്ഭുതങ്ങളോ അടയാളങ്ങളൊന്നും പിന്നീട് അദ്ദേഹം ചെയ്യുന്നതായി കാണുന്നില്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ ഇന്ന് ക്രിസ്തീയഗോളത്തിൽ സംഭവിക്കുന്നത് കണ്ടില്ലേ? അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോസ്തലന്മാരിലൂടെ നടന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് വചനമെടുത്തിട്ട് തെറ്റായ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയും തെറ്റായ കാര്യങ്ങൾ ആ സ്കേവായുടെ 7 പുരോഹിതൻ്റെ 7 മക്കളെ പോലെ ചെയ്ത് ഇന്ന് വളരെ ലജ്ജാകരമായി ശുശ്രൂഷ ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിച്ചത് പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെക്കുറിച്ചാണ്. അപ്പോൾ തന്നെ നമുക്ക് 1-2 വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം 20-ാം വാക്യം. കാരണം അപ്പോസ്തലനായ പൗലോസിനും ദൈവം കൊടുത്തിരിക്കുന്ന ഈ ശുശ്രൂഷ തുടർന്ന് അനേകം സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ദൈവം അങ്ങനെയുള്ളൊരു അധികാരം കൊടുത്തിരുന്നില്ല. ആ തുടക്കം മാത്രമാണ് അദ്ദേഹത്തിന് ആ കഴിവ് അല്ലെങ്കിൽ ദൈവം കൊടുത്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, കൊരിന്തിൽ താമസിച്ചു
ത്രോഫിമോസിനെ ഞാൻ മിലോത്തോസിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ശീതകാലത്തിന് മുൻപേ വരുവാൻ ശ്രമിക്കുക. ഇവിടെ പറയാണ് ത്രോഫിമോസിനെ ഞാൻ മിലോത്തോസിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. തൻ്റെ തലയിൽ കെട്ടിയിരിക്കുന്ന ആ തുവാല ഒരുവൻ്റെ മേൽ കൊണ്ടിട്ട് സൗഖ്യം വരുത്തിയ പൗലോസ്, അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിച്ച പൗലോസ്, അണലി കടിച്ചിട്ടും മരിക്കാതിരുന്ന പൗലോസ്, ഇപ്പോഴിതാ തൻ്റെ കൂടെ നടക്കുന്ന ത്രോഫിമോസിന് രോഗിയായി മിലോത്തോസിൽ വിട്ടിട്ട് പോവുകയാണ്. എന്തേ പൗലോസേ, താങ്കൾക്ക് ഈ ത്രോഫിമോസിനോട് അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിച്ച് അവനെ സൗഖ്യം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാ? തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ പൗലോസിന് ദൈവം ആ അമാനുഷിക അധികാരം കൊടുത്തിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. തുടക്കകാലത്ത് അത് ആവശ്യമായിരുന്നു. അപ്പസ്തോലൻ്റെ അധികാരം തെളിയിക്കുവാൻ അത് ആവശ്യമായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവിടെ അധികാരങ്ങൾ കൊടുക്കുന്നില്ല, പിന്നീട് സുവിശേഷമാണ് കൊടുക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുക. മനസ്സിലായോ? അപ്പോൾ തന്നെ നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് 1 തിമോത്തിയോസ് 5:23 വാക്യം ഒന്ന് എടുക്കാം. 1 തിമോത്തിയോസ് 5:23 വാക്യം ഇങ്ങനെ പറയുകയാണ്: മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക, അല്പം മരുന്ന് കഴിച്ചു കൊള്ളുക എന്ന് തിമോത്തിയോസിനോട് പറയുകയാണ്. പൗലോസിൻ്റെ കൂടെ നടക്കുന്ന തിമോത്തിയോസിന് ഉദരസംബന്ധമായ ഒരു അസുഖം വന്നപ്പോൾ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് തനിക്കൊരു സിദ്ധിയുണ്ട്, രോഗസൗഖ്യം നൽകാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞ് പൗലോസ് പ്രാർത്ഥിച്ച് വിടുതൽ കൊടുക്കുകയല്ല ചെയ്തത്. നിനക്ക് ഈ ഒരു പോരായ്മ ഉള്ളതുകൊണ്ട് നീ അല്പം വീഞ്ഞ് കുടിച്ചു കൊള്ളുക, നിന്റെ ഉദരസംബന്ധമായ അസുഖത്തിന് നീ മരുന്ന് കഴിച്ചു കൊള്ളുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ഇനി വായിക്കാൻ പോകുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഫിലിപ്പി ലേഖനം 2:25 വാക്യം ഒന്ന് എടുക്കാം. വളരെ, അതായത് ചുട്ടകോഴിയെ പറപ്പിച്ച പൗലോസിന് ഇപ്പോൾ ജീവനുള്ള കോഴിയെ പോലും പറപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം. ഇതിൻ്റെയൊക്കെ ഉദ്ദേശവും ഇതിൻ്റെയൊക്കെ ദൈവിക കരുതലും എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഈ വാക്കുകളൊക്കെ പറയുന്നത്. ഇവിടെ പറയുകയാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചു വന്ന എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരിക്കുന്നു. അവൻ ദീനം പിടിച്ചു മരിപ്പാറായി ഇരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. പൗലോസിൻ്റെ വാക്കുകളാണ്. POC ബൈബിളിൽ വായിക്കുമ്പോൾ കുറച്ചും കൂടി വ്യക്തതയുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ഫിലിപ്പി ലേഖനം 2:25-26 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ തന്നെ അവിടെ പറയുന്നൊരു പദപ്രയോഗമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, അതായത് 25-ാം വാക്യം: എൻ്റെ സഹോദരനും സഹപ്രവർത്തകനും സഹയോദ്ധാവും നിങ്ങളുടെ അപ്പസ്തോലനും എൻ്റെ ആവശ്യങ്ങളിൽ ശുശ്രൂഷകനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ പറയുകയാണ് എൻ്റെ ആവശ്യങ്ങളിൽ ശുശ്രൂഷകനായിരുന്ന എപ്പഫ്രോദിത്തോസ് എന്ന് പറഞ്ഞാൽ പൗലോസിനെ സഹായിക്കുവാൻ തൻ്റെ കൂടെ നിൽക്കുവാൻ വന്ന ഈ മനുഷ്യന് എപ്പഫ്രോദിത്തോസിന് മരിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ദീനം പിടിച്ചു, അസുഖം വന്നു. അപ്പോൾ പറയുകയാണ് ദൈവം അവനോട് എൻ്റെ ദുഃഖത്തിന്മേൽ ദുഃഖം വരുത്താതിരിക്കുവാൻ തക്കവണ്ണം ദൈവം അവനോട് കരുണ കാണിച്ചു എന്നാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് ദൈവം തന്ന അധികാരം വെച്ച് പ്രാർത്ഥിച്ചവനെ എഴുന്നേൽപ്പിച്ച് വിട്ടുവെന്നല്ല. ഇവിടെ മരിക്കാറായ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനോട് കരുണ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ നേരത്തെ എന്താ സംഭവിച്ചത്? അപ്പസ്തോല അധികാരത്താൽ മരിച്ചവനെ ഉയർപ്പിക്കുകയാണ്, പോയി പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്, രോഗികളുമായി കൈവയ്ക്കുകയാണ്, തുവാല കൊണ്ടിട്ട് സൗഖ്യം കൊടുക്കുകയാണ്, അല്ലേ? അണലി കടിച്ചിട്ടും മരിക്കുന്നില്ല. ഇത് ദൈവം അപ്പസ്തോലനോട് ചെയ്തെടുക്കുന്നു. എന്നാൽ തിരുവചനങ്ങളും കാര്യങ്ങളും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം, അപ്പസ്തോല അധികാരങ്ങളൊക്കെ തെളിയിച്ചതിന് ശേഷം പിന്നെ അതൊരു ബിസിനസ്സാക്കി കൊണ്ട് നടക്കുവാൻ പൗലോസിന് പോലും ദൈവം അനുവാദം കൊടുത്തിരുന്നില്ല. പൗലോസിന് മനുഷ്യനാണല്ലോ. ഒരുപക്ഷെ കുറച്ച് അത്ഭുത അടയാളമൊക്കെ കാണിക്കുമ്പോൾ ഒരുപക്ഷെ തെറ്റിപ്പോയിട്ട്, അല്ലേ? പൗലോസ് അങ്ങനെ ചെയ്തിട്ടല്ല, ഇന്നത്തെ മനുഷ്യൻ ചെയ്യുന്നതുപോലെ അന്ന് ചെയ്യുന്നില്ല, പൗലോസ് ഇപ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെയും എടുത്തുകൊണ്ട് ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ടില്ലേ, വചനത്തിൽ സൗഖ്യം കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ ഇവിടെയും സൗഖ്യം നടക്കണം. കണ്ടില്ല, അവിടെ വടിയെ സർപ്പമാക്കിയിട്ടുണ്ട്, എന്നാൽ ഇവിടെയും വടിയെ സർപ്പമാക്കണം. എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മോശ ചെയ്ത പല അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ത് ചെയ്തു? അവിടുത്തെ മന്ത്രവാദികൾ അവരുടെ മന്ത്രശക്തിയാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ഭുതം അടയാളങ്ങളും ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത് എന്ന് ചിന്തിക്കരുത്. എന്നാൽ ഇന്ന് ദൈവം ഒരു അത്ഭുതങ്ങളും ഒരു അടയാളങ്ങളും അപ്പസ്തലന്മാരോട് ചെയ്തതുപോലെ ഇന്ന് ചെയ്യുന്നില്ല. അപ്പോൾ ചോദിക്കും, ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയോ?
ദൈവത്തിന് എന്തെങ്കിലും ശക്തി കുറഞ്ഞു പോയോ? അതൊന്നുമല്ല ഇന്നത്തെ കാര്യം. അതെന്താണ് കാര്യം? ഇന്ന് ഒരുവന് വിശ്വാസം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ കൃത്യമായ ഉപദേശം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഉപദേശത്തിലേക്കൊന്ന് കടന്നു വരാം. അതായത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയോടും സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും ദൈവം? എന്നിട്ട് പറയുകയാണ്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക എത്ര വേണ്ടത്. ഇന്ന് ദൈവസഭയ്ക്കുള്ള ഏക വഴി എന്ന് പറയുന്നത്, നമുക്കൊരു വിഷയം വന്നാൽ, ഒരു രോഗം വന്നാൽ, അല്ലെങ്കിൽ ഒരു കടബാധ്യത വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ സഹജമായ പ്രശ്നങ്ങളുടെ നടുവിൽ മുട്ടുകുത്തി നന്ദിയോടെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ ദൈവത്തോട്, കർത്താവേ ഇങ്ങനൊരു ആവശ്യമുണ്ട്, ദൈവം പ്രസാദിക്കുന്നുവെങ്കിൽ, ദൈവം ഇഷ്ടമാകുന്നുവെങ്കിൽ, ദൈവം അത് അറിയുന്നു, അത് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് അങ്ങേക്ക് അറിയുന്നു, അത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ നൽകണമേ എന്നുള്ള അപേക്ഷിക്കുവാൻ മാത്രമാണ് നമുക്ക് അവകാശമുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യും? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തിൽ നമ്മളെ കാക്കും. അല്ലാതെ പ്രാർത്ഥിക്കുന്ന വഴി എല്ലാ രോഗങ്ങളും മാറും, എല്ലാ കടബാധ്യതയും മാറും, എല്ലാ പ്രശ്നങ്ങളും തീരും, നമ്മൾ ഇവിടുന്ന് നേരെ UK പോകുമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പ്രശ്നങ്ങളുടെ നടുവിൽ അതിൻ്റെ ഉപരിയായിട്ടുള്ള ദൈവിക സമാധാനവും പ്രത്യാശയും തന്ന് ദൈവം ഈ ഭൂമിയിൽ നമ്മെ നടക്കുമാറാക്കും. അതുകൊണ്ടാണ് ഈ ഉപജീവന ചിന്ത, ഈ പണത്തോടുള്ള ആർത്തി കൂടുമ്പോഴാണ് സകലരും തെറ്റിപ്പോകുന്നത് എന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണുവാനും എടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക എന്നുള്ളതാണ് ദൈവിക ഉപദേശം. പക്ഷെ ഉണ്ണുവാനും എടുക്കാനും പോരാ, 2 വീട് വാടകയ്ക്ക് കൊടുക്കാനോട് എനിക്ക് വേണമെന്ന് എനിക്ക് ആഗ്രഹിച്ചാൽ ഞാൻ പ്രവാചകന്മാർ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അന്യഭാഷ പറയുന്നവർ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ വീര്യപ്രവർത്തിക്കാരുണ്ടെന്ന് പറയുന്നവർ വിളിക്കും. ഇങ്ങനെ വ്യാജന്മാരൊക്കെ വിളിച്ചുകൂട്ടി അവസാനം നാശത്തിൽ പോയി ചാടുവാനിടയായിത്തീരും. അങ്ങനെ ചെയ്യാനുള്ള സിസ്റ്റം അല്ല ദൈവസഭയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അപേക്ഷിക്കുക അത്ര വേണ്ടത്. ദൈവം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഒരു പക്ഷേ സൗഖ്യം കൊടുക്കേണ്ട കേസാണെങ്കിൽ സൗഖ്യം കൊടുക്കും. അതുകൊണ്ടാണ് എപ്പഫ്രോദിത്തോസിനെ രോഗിയായപ്പോൾ പ്രാർത്ഥിച്ചു, അത് വിടുവിച്ചു. അല്ലെങ്കിൽ തൻ്റെ മേൽ ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാലത്ത് പൗലോസ് പറയുകയാണ്, ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കേണ്ടതിന് ഞങ്ങളിപ്പോൾ മരിച്ചു പോകും എന്നുള്ളൊരവസ്ഥയിൽ പോലും എത്തിപ്പെട്ടു എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിലും കഷ്ടത കൊടുക്കുന്നത് എന്തിനാ? പൂർണ്ണമായിട്ടുള്ള ദൈവ ആശ്രയത്തിൽ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. അവിടെ പൗലോസിന് അമാനുഷികമായ ശക്തിയോടുകൂടെ, അല്ലെങ്കിൽ കടലിൽ അപകടം വരുമ്പോൾ നേരെ കരയിൽ പോയി നിൽക്കുവാനോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേക അമാനുഷികമായിട്ടുള്ള അത്ഭുതം കാണിക്കുവാനോ ഒന്നും പൗലോസിന് ദൈവം അവിടെ അനുവദിക്കുന്നില്ല. എന്നാൽ അനുവദിച്ച സമയങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ ഉദ്ദേശം നിവർത്തിച്ചപ്പോൾ അതൊരു ബിസിനസ്സാക്കി ബോർഡ് വെച്ച് രോഗസൗഖ്യത്തിന് ഒരു ബോർഡ് വയ്ക്കുവാൻ പൗലോസിന് അധികാരം ദൈവം കൊടുത്തില്ല. ഇന്നെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇന്നൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ സുവിശേഷ ഘോഷണം എന്നുള്ള ബോർഡല്ല വയ്ക്കുന്നത്, രോഗസൗഖ്യവും വിടുതലും എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളത് ചെയ്യുമെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ വന്നാൽ എല്ലാവർക്കും രോഗസൗഖ്യവും വിടുതലും ആശ്വാസവും എന്നാണ് അവർ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ദൈവം അനുവദിച്ചാൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും, കടന്നു വരുവിൻ, പ്രാർത്ഥിക്കാം എന്നുള്ള ബോർഡൊന്നുമല്ല കാണുന്നത്. വലിയ രോഗശാന്തി വിടുതൽ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് 4 ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നാന്തരം തട്ടിപ്പും വഞ്ചനയുമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് സത്യത്തോട് എതിർത്ത് നിന്നതുപോലെ, മോശയോട് എതിർത്ത് നിന്നതുപോലെ, NSC അംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ ഇക്കൂട്ടർ സത്യത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അവരുടെ പ്രവൃത്തികൾ ഏറെ മുഴുത്തു പോവുകയില്ല, മുന്നോട്ട് പോവുകയില്ല. ആ മേൽപ്പറഞ്ഞവരുടെ ഗതി തന്നെ ഇവർക്കും വരുമെന്ന് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് നൽകിയ അമാനുഷിക അധികാരങ്ങളെക്കുറിച്ച്, കാലാകാലങ്ങളിലുള്ള അധികാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പോൾ തന്നെ മോശയ്ക്ക് കൊടുത്ത ആ കഴിവ്, അല്ലെങ്കിൽ ഏലിയാവിന് കൊടുത്തത്, തുടർന്ന് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്, അപ്പോസ്തലന്മാർ ചെയ്തത്, തുടർന്ന് കൃപായുഗ സുവിശേഷം വരമേൽപ്പിക്കപ്പെട്ട പൗലോസ് ചെയ്തത്,
ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ ഇനി റാപ്ചറായി കഴിഞ്ഞാൽ കർത്താവിൻ്റെ സഭ, കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അല്ലേ? കാഹളധ്വനിക്കും നമ്മളെല്ലാം കണ്ണിമയ്ക്കുന്നത് വേഗത്തിൽ രൂപാന്തരപ്പെട്ട് വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ എടുക്കപ്പെടുന്നതിന് ശേഷം നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം മഹാപീഡനത്തിൻ്റെ ആരംഭഘട്ടത്തിൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ അവിടെ 2 സാക്ഷികൾക്ക് ദൈവം വരം കൊടുക്കുകയാണ്. ഞാൻ മുഴുവനും അത് വായിക്കുന്നില്ല, വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവിടെ 2 സാക്ഷികൾക്ക് ദൈവം വലിയ അമാനുഷിക അധികാരങ്ങളെ കൊടുക്കുകയാണ്. പണ്ട് മോശയ്ക്ക് കൊടുത്തതുപോലെ, അപ്പോസ്തലന്മാർക്ക് കൊടുത്തതുപോലെ, ഏലിയാവിന് കൊടുത്തതുപോലെ, പൗലോസിന് കൊടുത്തതുപോലെ ഇവിടെ ഇതാ 2 സാക്ഷികൾക്ക് അധികാരം കൊടുക്കുകയാണ്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അതായത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഒരു 10 വരെയുള്ള വാക്യങ്ങളെങ്കിലും വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിൻ്റെ പോയിന്റുകൾ മാത്രം ഒന്ന് പറയാം. 2 സാക്ഷികൾക്ക് വരം കൊടുക്കുന്നു, വായിൽ നിന്ന് തീയിറക്കുന്നു, മഴ പെയ്യിപ്പിക്കാതിരിക്കാനും ആകാശം അടയ്ക്കുവാനുള്ള അധികാരം കൊടുക്കുന്നു, വെള്ളം രക്തമാക്കി തീർക്കുവാനുള്ള അധികാരം കൊടുക്കുന്നു, ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല ബാധ കൊണ്ടും ഈ ഭൂമിയെ ദണ്ഡിപ്പിക്കുവാൻ അധികാരം കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അമാനുഷിക അധികാരങ്ങളുള്ള 2 മനുഷ്യരെ ദൈവം മഹാപീഡനത്തിൻ്റെ തുടക്കത്തിൽ എഴുന്നേൽപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? 144,000 പേരെയും ഈ 2 സാക്ഷികളെയും അല്ലെങ്കിൽ ഒരു ദൂതനെയും ദൈവം നിയോഗിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളോടും പറയും. അപ്പോൾ തന്നെ ഇസ്രായേലിനെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആ ജെറുസലേമിൻ്റെ നടുവിലിട്ട് മൂശയിലിട്ട് ഉരുക്കി ശുദ്ധീകരിക്കുന്ന ആ ശുദ്ധീകരണത്തിന് വേണ്ടി ഇവർ ആ ദൈവരാജ്യ സുവിശേഷം, നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യ സുവിശേഷം, കൃപായുഗ സുവിശേഷത്തിൻ്റെ ഒടുവിൽ റാപ്ചർ സംഭവിക്കും. റാപ്ചറിന് ശേഷം ആദ്യം നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യം വീണ്ടും ഇവിടെ പ്രസംഗിക്കപ്പെടും. ആ സമയത്ത് ദൈവ 2 സാക്ഷികൾക്ക്, അന്ന് ആഹാബ് രാജാവിൻ്റെ ആ പ്രവൃത്തി മൂലം, ഇസബേലിൻ്റെ ഉപദേശം മൂലം ആ ജനം ധാർമ്മികമായി അധപ്പതിച്ച് കിടന്നതുപോലെ തന്നെ ഇവിടെ ഇതാ ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആത്മീകമായി സൊദോമെന്നും, നമുക്ക് ആ വാക്യമൊന്ന് വായിക്കാം. അതായത് 8-ാം വാക്യം, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീം എന്നും പേരുള്ള മഹാനഗരം. മനസ്സിലായോ? ഈ മഹാനഗരം ഏതാണ്? അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ജെറുസലേമിൽ. ആ മഹാനഗരത്തെ ഇപ്പോൾ ദൈവം വിളിക്കുന്നത്, ആ സമയത്ത് വിളിക്കുന്നത് എന്താണ്? സോദോമെന്നും മിസ്രയീം എന്നും. സോദോമിൻ്റെ പാപം നമുക്കറിയാം. അപ്പോൾ ആഹാബിൻ്റെ കാലത്തുണ്ടായ പാപ സമയത്ത് ഏലിയാ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ച് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ആ ജനത്തെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ ഇവിടെ ഇതാ അമാനുഷിക അധികാരം കൊടുത്ത് 2 വ്യക്തികളെ, ഏകദേശം ആ ഏലിയാ ചെയ്തതിനുള്ള തത്തുല്യമായിട്ടുള്ള ചില പ്രവൃത്തികളെയും മോശ ചെയ്തതായിട്ടുള്ള ചില തക്കതായിട്ടുള്ള പ്രവൃത്തികളെയും അധികാരങ്ങളെയും ചെയ്യുവാൻ അധികാരം കൊടുത്തുകൊണ്ട് ദൈവം ഇവിടെ 2 സാക്ഷികളെ എഴുന്നേൽപ്പിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ദൈവം കാലാകാലങ്ങളിലൂടെ ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പ്രവചനവും അന്യഭാഷയും ഒക്കെ കൊടുക്കുവാൻ ദൈവം ഹിതമായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശങ്ങളുണ്ട്, അത് ദൈവം നിവർത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതെല്ലാം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അതവിടെ അപകടമാണ്. അത് വളരെ സൂക്ഷിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ, സന്ദേശത്തിലൂടെ ഞാൻ നൽകുന്നത്. എന്നാൽ പിന്നെ ഇന്ന് ഒരു അത്ഭുതവും അടയാളങ്ങളും കാണിക്കാതെ എങ്ങനെയാണ് ഒരുവൻ രക്ഷയിലേക്ക് വരിക എന്നുള്ളൊരു ചോദ്യം എല്ലാ പ്രിയപ്പെട്ടവരും ചോദിക്കുന്നതാണ്. യേശുക്രിസ്തു ചെയ്തതുപോലെ ഇന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ചാൽ അനേകർ കർത്താവിനെ അറിയുകയില്ലേ? അല്ലേ? ശരിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ശരിയാണ് എന്ന് ചിന്തിക്കാം, തോന്നാം. പക്ഷെ ദൈവം വെച്ചിരിക്കുന്നത് മറ്റൊരു വ്യവസ്ഥയാണ്. അതെന്താണ് ആ വ്യവസ്ഥ? നമുക്ക് ചിന്തിക്കാം. ഇന്നൊരു അത്ഭുതവും അടയാളങ്ങളും പ്രവർത്തിച്ച് ആരെങ്കിലും രക്ഷയിലേക്ക് കൊണ്ടുവരാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെയാണോ ഈ സത്യം അറിയിച്ച് മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്? നമുക്ക് റോമാലേഖനം ഒന്നെടുക്കാം. അതിൻ്റെ നമുക്ക് കൂടെ വായിക്കുന്നൊരു വാക്യമാണ് 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി യേശുക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഒരുവന് വിശ്വാസം എങ്ങനെ വരുന്നു? ഒരുവന് രക്ഷ എങ്ങനെ വരുന്നു? സുവിശേഷം കേട്ട്, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് ആ കേൾവിയാൽ വിശ്വാസത്തിലേക്ക് വരുന്നു. അത്ഭുതങ്ങളാൽ വിശ്വാസത്തിലേക്ക് വരുന്നു എന്നുള്ളതല്ല നമ്മുടെ ഈ കൃപായുഗത്തിലെ സവിശേഷത. പല കാലങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ദൈവപ്രവൃത്തിയെ കണ്ടിട്ടുണ്ട്, അല്ലേ? മോശ അത്ഭുതം ചെയ്തപ്പോഴാണ് അവിടെയുള്ള ജനങ്ങൾ വിശ്വസിച്ചത്. എന്നാൽ ഇന്ന് കൃപായുഗത്തിൽ ദൈവം വെച്ചിരിക്കുന്നത് ഇങ്ങനെ സുവിശേഷം പറയുകയും അത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു ഒച്ചപ്പാടും ബഹളവുമില്ലാതെ നമുക്കിത് സത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായി കർത്താവ് വരുമ്പോൾ അധ്യായാസനം എടുക്കപ്പെട്ട് നിത്യതയിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിന്നുകൊണ്ട് പ്രതിഫലം വാങ്ങി നിത്യതയിലേക്ക് കടക്കാം എന്നുള്ളൊരു ഓപ്ഷനാണ് വെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ
ശാപം മുറിക്കലും കെട്ടുപൊട്ടിക്കലും വിശുദ്ധ കുരയും വിശുദ്ധ ചിരിയും തള്ളിയിടലും അങ്ങനെയുള്ള ഒരു പരിപാടികളും എന്ന് പറഞ്ഞാൽ കോഴിയെ കഴുത്തറുത്തിട്ട് കഴിയുമ്പോൾ പിടയ്ക്കുന്നത് പോലെയുള്ള ഒരു ശുശ്രൂഷയും ഇന്ന് ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിട്ടില്ല. വിശ്വാസം കേൾവിയാലും, കേൾവി യേശുക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. തന്നെയുമല്ല, റോമാലേഖനം കഴിഞ്ഞാൽ പിന്നെ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1:18 പറയുകയാണ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ക്രൂശിൻ്റെ വചനം കേൾക്കുമ്പോൾ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അതിൽ വിശ്വസിക്കുന്ന ഒരുവന് നിത്യരക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ ക്രൂശിൻ്റെ വചനം കേൾക്കുമ്പോൾ ചിലർക്കത് ഭോഷത്വമായി തോന്നുന്നുവെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്കാണ് എന്നാണ് പറയുന്നത്. എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ മഹാകരത്താൽ ഈജിപ്തിൽ നിന്നും അടിമത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്നതുപോലെ ഇവിടെ ഇതാ സുവിശേഷമാകുന്ന കൃപയുടെ സുവിശേഷം, ക്രൂശിൻ്റെ വചനമാകുന്ന ദൈവശക്തിയാൽ നമ്മളും ഈ സാത്താനിക ലോകത്തെ ജയിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് രക്ഷിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചു ഇന്ന് ദൈവസഭയ്ക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെക്കുറിച്ച്, അല്ലേ? അല്ലെങ്കിൽ ഈ സുവിശേഷം ഇന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താണ് പറയുന്നത്? ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ഈ തേജസ്സിൻ്റെ സുവിശേഷം വെളിപ്പെടുന്നില്ല എങ്കിൽ, മനസ്സിലാകുന്നില്ല എങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ എന്നുള്ളതാണ് പൗലോസ് വീണ്ടും പറയുന്നത്. മനസ്സിലായോ? 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. കണ്ടോ? നശിച്ചു പോകുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവുകയില്ല. ഇവർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മായാവികളാൽ പിടിക്കപ്പെട്ടും കപടനാട്ടിക്കരാൽ ആകർഷിക്കപ്പെട്ടും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി ദോഷത്തിൽ മുതിർന്നു വരും. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു, നീയോ ഈ പത്യോപദേശത്തിന് ചെവി കൊടുത്ത്, മനസ്സിലായോ, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക, അങ്ങനെ നിന്റെ ശ്രോതാക്കളെ നീ നേടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ ഇരിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഒരുവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു അമാനുഷിക അധികാരങ്ങളും മനുഷ്യന് കൊടുത്തിട്ടില്ല. അതെല്ലാം അപ്പോസ്തലന്മാർ ചെയ്തതും പ്രവാചകന്മാർ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ദൈവസഭയ്ക്കുള്ള ശുശ്രൂഷകന്മാരെ കൂടി ഒന്ന് വേഗത്തിൽ പരിചയപ്പെട്ടുകൊണ്ട് ഇന്ന് നിലവിൽ നമ്മുടെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. എന്ന് പറഞ്ഞാൽ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൽ സമ്പൂർണരായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനവിനുമാകുന്നു. POC ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും അല്ലെങ്കിൽ ചിലർ സുവിശേഷകരായ ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തുവാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഈ ഉദ്ദേശം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും അവർ അടിസ്ഥാന കല്ലുകളാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനം മനസ്സിലായോ? എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു മൂലക്കല്ല്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകളാണ്. അത് ഫൗണ്ടേഷനിൽ കിടക്കുകയാണ്. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം പിന്നെ ഒരു അപ്പോസ്തലനെയും പിന്നെ ഒരു പ്രവാചകനെയും വീണ്ടും ഫൗണ്ടേഷൻ ഇടുവാൻ ദൈവം ഒരുക്കി നിർത്തിയിട്ടില്ല. ഇനി ആരാണത് പണിയേണ്ടത്? മൂലക്കല്ലും അടിത്തറ കല്ലുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി സഭയിൽ ഇന്ന് നിലവിലുള്ള ശുശ്രൂഷകന്മാർ ആരൊക്കെയാണ്? ഇവിടെ പറയുകയാണ്, ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇവിടെ ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കുള്ള ശുശ്രൂഷകന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും തുടക്കകാലത്ത് അടിത്തറയായി ദൈവം ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു അപ്പോസ്തലനും ഇല്ല എന്നുള്ളതാണ് നമുക്ക് വാസ്തവമായി മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇന്ന് നിലവിലുള്ള ശുശ്രൂഷകന്മാർ ആരൊക്കെയാണ്? എഫെസ്യ ലേഖനം 4-ന്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഇവരെ എന്തിനാണ് നിർത്തിയിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിയുവാൻ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ എങ്ങനെയാണ് പണിയുന്നത്? ക്രൂശിൻ്റെ വചനത്താൽ, കേൾവിയാൽ വരുന്ന വിശ്വാസത്താൽ, ഈ കർത്താവായ യേശു ക്രിസ്തു പൗലോസിനോട് നൽകിയ ഈ 13 ലേഖനത്തിൽ ഉൾക്കൊള്ളുന്ന ഉപദേശത്താൽ, ബുദ്ധി ഉപദേശത്തിനായി മറ്റുള്ള വചനങ്ങളാൽ ദൈവം നമ്മെ ഉയർത്തുകയാണ്. ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുവാൻ വേണ്ടി മാത്രമാണ് ദൈവം ശുശ്രൂഷകന്മാരെ വെച്ചിരിക്കുന്നത്. അല്ലാതെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുവാനോ, കല്യാണം നടക്കാത്തവർക്ക് ഉപവസിച്ച് പ്രാർത്ഥിപ്പിച്ച് കല്യാണം നടത്തി കൊടുക്കുവാനോ, അല്ലെങ്കിൽ മറ്റുള്ള പാസ്പോർട്ട് തയ്യാറാക്കി ഷൂവിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചിലർ പാസ്പോർട്ട് എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ 1 കോടി രൂപയൊക്കെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്ന് പറയുന്ന കള്ള വേലക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല ദൈവം ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുന്നത്. മോഹന വാഗ്ദാനങ്ങൾ നൽകി ദൈവസത്യത്തിൽ നിന്നും മനുഷ്യരെ വേർപിരിച്ച് മാറ്റിക്കളയുന്ന ആഹാബിനെ പോലുള്ള ശുശ്രൂഷ ചെയ്യുവാനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തുവാൻ വേണ്ടിയാണ് ആരൊക്കെ വെച്ചിരുന്നത്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അവർ അടിസ്ഥാന കല്ലുകളാണ്. യേശുക്രിസ്തു മൂലക്കല്ലാണ്. എന്നാൽ ഇന്ന് കർത്താവ് പരിശുദ്ധാത്മാവിൽ സുവിശേഷകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷം പറയുന്നു. അവർ ആലയത്തിലേക്ക് കടന്നു വരുന്നു. ആ ആലയത്തിൽ അവരെ ഒരു ഇടയൻ തൻ്റെ ആടുകളെ ശുശ്രൂഷിക്കുന്നത് പോലെ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തന്നെ അവരെ കൃത്യമായി ഉപദേശിക്കുന്നു. സത്യമായ ഉപദേശം, പത്യമായ ഉപദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നിന്നുകൊണ്ട് ആ ഉന്നത പ്രത്യാശയിൽ സ്തോത്രത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട്, നമുക്ക് ഭൗമികമായ പ്രയാസങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ട്, നമ്മളത് കാണുമ്പോൾ പ്രയാസപ്പെടുന്നു. എന്നാൽ അതെല്ലാം സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആ ദൈവം തരുന്ന സമാധാനത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ദൈവസഭയ്ക്കുള്ളത്, ദൈവം ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൃപായുഗത്തിൽ ഇന്ന് നിലവിൽ ആദ്യ നൂറ്റാണ്ടിലെ പോലെ വീര്യപ്രവർത്തികൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വീര്യപ്രവർത്തികൾ ആദ്യ നൂറ്റാണ്ടിലെ പോലെ ഇല്ല എന്നുള്ളതാണ് ദൈവവചനാടിസ്ഥാനത്തിലുള്ള മറുപടി, അല്ലെങ്കിൽ ദൈവവചനാടിസ്ഥാനത്തിലുള്ള സത്യം. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കേട്ടിട്ട് മനസ്സിലാക്കാത്തവർ ഒരു പ്രാവശ്യം കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് കേൾക്കുക. നിങ്ങൾക്ക് വളരെ പ്രയോജനം വരും. അനേകർ ഈ തട്ടിപ്പിൻ്റെ പുറകെയാണ്. മനസ്സിലായോ? ബോർഡ് വെച്ചുകൊണ്ട് വിശുദ്ധ ചിരി, വിശുദ്ധ കൊര തുടങ്ങി വിശുദ്ധ ശരതി, വിശുദ്ധ ചിരി, അല്ലേ? സ്റ്റേജിൽ കിടന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയാണ് അവർ പറഞ്ഞു കൂട്ടുന്നതെന്ന് നമുക്കറിയില്ല. അതാ പറയുന്നത്, തലയുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല, ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുവിൻ്റെ ശരീരം എന്തെന്ന്, ശരീരമാകുന്ന സഭയെന്തെന്നോ രക്ഷയെന്തെന്നോ ഭാവി പ്രത്യാശയെന്തെന്നോ അറിയാതെ, ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ കാഴ്ചപ്പാടെന്നറിയാതെ ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മുൻപിൽ ഏറ്റവും വലിയ കാര്യമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം പാഴാക്കി കളയുന്നുവെങ്കിൽ, പൗലോസ് പറയുകയാണ്, 1 കൊരിന്ത്യർ ലേഖനം 15:19 പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചതെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. അതായത് ലോകത്തെ ഏറ്റവും ഭാഗ്യം കെട്ട ആൾക്കാരാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവേ എന്ന് വിളിക്കുന്നവർ എന്നുള്ളതാണ് പൗലോസിൻ്റെ ഉപദേശം. മനസ്സിലായോ? എന്നാൽ ഈ ഭൂമിയിലുള്ളതല്ല, അങ്ങ് ഉന്നതത്തിലുള്ളതിനെ ചിന്തിപ്പാൻ പറഞ്ഞ, അല്ലെങ്കിൽ ഉന്നതത്തിലുള്ളതിനെക്കുറിച്ച് അന്വേഷിപ്പാൻ പറഞ്ഞ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതെടുക്കാൻ പറഞ്ഞ ആ കർത്താവിൻ്റെ നിർമ്മല സുവിശേഷത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സാത്താൻ തന്ത്രപൂർവം ഏദൻ തോട്ടത്തിൽ ആദത്തെ ഹവ്വയെയും ചതിച്ചതുപോലെ ആ ക്രിസ്തുവിലുള്ള നിർമ്മലതയെ ചതിക്കാതെ, തെറ്റിച്ച് കളയാതെ, ശത്രുവിന് ഇടം കൊടുക്കാതെ, വ്യാജന്മാരാൽ പിടിപെട്ട് വശീകരിക്കപ്പെട്ടു പോകാതെ ദൈവസത്യത്തിൻ്റെ നിർമ്മലതയിലും സത്യ ഉപദേശത്തിലും നിലകൊണ്ടാൽ അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ മുൻപിൽ, ന്യായാസനത്തിന് മുൻപിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വാക്കുകളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.